സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ശത്രു രാജ്യത്തിന്റെ ഭീഷണിയിലാണ്. ഇന്നലെ രാത്രിയിലും നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നു. അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുകയും ചെയ്തു. നമ്മളിവിടെ സുഖമായി ഉണ്ടുറങ്ങുമ്പോൾ നമ്മുടെ 3 സേനാ വിഭാഗങ്ങളും ആകാശത്തും കരയിലും ഭൂമിയിലും മഞ്ഞിലും മലയിലുമൊക്കെ അവരുടെ ജീവൻ ബലികൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പോരാടുകയാണ്. നമ്മൾ എത്ര തന്നെ ഒതുങ്ങിയാലും തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 1440 മിനിറ്റുകൾ കടന്നു പോകുന്നു. അതിൽ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവനും സ്വത്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ശത്രുരാജ്യത്തിനെ നേരിടുന്ന നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നലെ ഏതോ ഒരു രാജ്യദ്രോഹ ചാനൽ നമ്മുടെ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി എന്ന് വാർത്ത കൊടുത്തു. ഇതുപോലുള്ള കള്ളവാർത്തകളോ കള്ളപ്രചരണങ്ങളോ ചെയ്യരുത്. അതെല്ലാം ശത്രു രാജ്യത്തിന് ശക്തി കൂട്ടും. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുകയോ ശക്തമായി തിരിച്ചടിക്കുകയോ ചെയ്തില്ലെങ്കിൽ തീവ്രവാദികൾക്ക് വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാനുള്ള ശക്തി കൂടും. ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് സ്വന്തം അമ്മയെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാകും. 2ാം ലോക മഹായുദ്ധത്തിൽ തോക്കെടുത്ത് യുദ്ധം ചെയ്ത ധീര ജവാന്റെ മകനാണ് ഞാനും. നമ്മുടെ രാജ്യത്തിന് ശത്രു രാജ്യത്തിന്റെ മേൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.